കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. യഹോവേ, നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിസ്രൈമിൽ കടന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം, അവരെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ്. എന്താണ്? യഹോവേ, നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെടുത്തും. യഹോവയുടെ വലം കൈ ബലമുള്ളതാണ്, ശക്തിയുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ ദൈവം ബലപ്പെടുത്തുക, ശക്തീകരിക്കുക. കർത്താവായ ദൈവം നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. യഹോവയായ ദൈവത്തിൻ്റെ വലം കൈ ബലമുള്ളതാണ്, ശക്തിയുള്ളതാണ്. ദുഷ്ടനാകുന്ന പിശാചിൻ്റെ തലയെ തകർക്കുന്ന യഹോവയായ ദൈവം, ഇന്നും കർത്താവായ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പോൾ ബലം പെടുത്തുന്ന ഒരു കർത്താവായ ദൈവം, ആ കർത്താവായ ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേലിൽ വെളിപ്പെട്ടതുപോലെ ദൈവ പൈതലേ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദിനവൃത്താന്ത ആവർത്തന പുസ്തകം 28-ന്റെ 58-ാം വാക്യം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവേ, നീക്കും മഹത്വം, ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും നടക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവേ എന്ന മഹത്വം ഭയങ്കരമായാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വം, അത് ഭയങ്കരമായ നാമം. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ ഹല്ലേലൂയ ഇസ്രായേൽ ജനം, അവർക്ക് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം വലുതാണ്. അവർക്ക് നഷ്ടപ്പെട്ടുപോയ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ നാമം മഹത്വമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ എന്നേക്കും മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിൽ സകല വചനത്തിലും വഴി നടത്തുന്ന ഒരു കർത്താവാദി. അപ്പോൾ യഹോവ എന്നും മഹത്വവും ഭയങ്കരവുമാണ്. അപ്പോൾ ദൈവം വഴി നടത്തിയപ്പോൾ ഇസ്രായേൽ ജനത്തോട് യഹോവയായ ദൈവം പറയുകയാണ്, എൻ്റെ നാമം ഭയങ്കരമാണ്, മഹത്വം വലുതാണ്. ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആളുകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവ പൈതലെ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ വാഗ്ദത്തങ്ങൾ അത് നിവർത്തിച്ചു തന്ന് നടത്തുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, എന്താണ്? യഹോവ എന്ന മഹത്വം ഭയങ്കരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഭയങ്കരമാണ്. അവ വിടുവിക്കുന്ന ദൈവ, ശക്തനായ ദൈവ. ഈ ദിനങ്ങളിൽ ആ യഹോവയായ ദൈവത്തെ മുറുകെ പിടിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങൾ എനിക്ക് തരുമാറാകണമേ, നഷ്ടപ്പെട്ടു പോയതെല്ലാം തരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രവർത്തിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്തം 29-ന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വത്തിലുള്ള നാമത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ എന്താണ് പറയുന്നത്? ആകയാൽ ഞങ്ങളുടെ ദൈവമേ. ഇവിടെ
ഇസ്രായേൽ ജനം വിളിച്ചു പറയുകയാണ്, യഹോവയായ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഈ ദിനങ്ങളിൽ നാം ദൈവത്തെ സ്തുതിച്ചു, നാം ദൈവത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്രകാരം പറയാം, എന്താണ്? സ്തോത്രം ചെയ്ത് നിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അർഹതയും യോഗ്യതയും നമുക്കുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനത്തിന് ആ യോഗ്യത കൊണ്ടാണ്, ദാവീദിന് യോഗ്യത ഉണ്ടായത് കൊണ്ടാണ് ദൈവത്തെ പാടി സ്തുതിച്ചുവെങ്കിൽ ഇന്ന് ഈ നിമിഷവും നമുക്കും പാടി സ്തുതിക്കുവാനുള്ള അർഹത ദൈവം നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളെ യഹോവയായ ദൈവത്തിൻ്റെ നാമം മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.